നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. എന്താണ് വിഷയം? എല്ലാ കാര്യങ്ങളിലും കണിശക്കാർ സ്ട്രിക്റ്റ് ആണെന്ന് കേൾക്കാൻ യോഗമുള്ള നക്ഷത്രക്കാരെ കുറിച്ച്. നമുക്ക് സ്ട്രിക്റ്റായിട്ട് നിൽക്കുന്നവർ ഭയങ്കര ചിലർക്കെങ്കിലും ഇഷ്ടപ്പെടാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാവും. ശത്രുക്കൾ ഈ എല്ലാ കാര്യങ്ങളും സ്ട്രിക്റ്റ് കാണിക്കുന്ന ശത്രുക്കൾ കുറച്ച് കൂടുതലായിരിക്കും അല്ലേ? അപ്പം എല്ലാ കാര്യത്തിലും ഒരു സ്ട്രിക്റ്റ് വേണം, അല്ലെങ്കിൽ കണിശക്കാർ പാറ്റിക്കളഞ്ഞാൽ അളന്ന് വേണമെന്ന് പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളിലും കണക്കും എല്ലാ കാര്യങ്ങളും ഒരു സ്ട്രിക്റ്റ് ഒക്കെ ആവശ്യമാണ്. പക്ഷെ അത് ഓവറായി കഴിഞ്ഞാൽ അത് വിഷയമാണ്. ചില കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടത് വിട്ടുവീഴ്ച ചെയ്യുക തന്നെ നമ്മൾ വേണം. വിട്ടുവീഴ്ച ചെയ്യേണ്ടാത്തടത്ത് ചെയ്യാതിരിക്കുക തന്നെ വേണം. വിട്ടുവീഴ്ച ചിലയിടത്ത് കാണിക്കുകയും ചിലയിടത്ത് കാണിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് കാര്യമില്ല. ആവശ്യമുള്ളിടത്ത് നമ്മൾ വിട്ടുവീഴ്ച മനോഭാവം കാണിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മളൊരു വഴിക്ക് യാത്ര പോവാം, നമ്മുടെ ഇതില്ല, സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്, അല്ല നമ്മുടെ മറ്റ് പ്രൂഫുകളൊന്നും കയ്യില്ല. അപ്പോൾ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ഒരു പൈസ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പിഴ അടച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അതായത് നമ്മൾ കാണിച്ചിട്ട് കാര്യമില്ല. അത് കൊടുക്കത്തില്ല, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എൻ്റെ ഇരിപ്പുണ്ട് അങ്ങനെ കാണിച്ചിട്ട് യാതൊരു കഥയില്ല. നമുക്ക് വീട്ടിലേക്ക് ഒരു സാധനം മേടിക്കണം, ഇപ്പോൾ അത് സാധനം മേടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ അത്രയും പൈസ കളഞ്ഞില്ലയോ, അപ്പോൾ എന്നോട് ചോദിക്കാതെ വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെയൊക്കെ പേരിൽ കണക്ക് പറയുന്നതിൻ്റെയൊക്കെ പേരിൽ ഒരുപാട് സ്ട്രിക്റ്റ് കാണിച്ച് ഭാര്യ ഭർത്താവൊക്കെ ഒരുപാട് വഴക്ക് കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ പറയുന്ന നക്ഷത്രങ്ങളിൽ നമ്മുടെ ഇതുവരെയുള്ള എൻ്റെ ജ്യോതിഷ ജീവിതത്തിലെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും പല പുസ്തകങ്ങൾ വായിച്ച അനുഭവത്തിൻ്റെ വെളിച്ചത്തിലുമാണ് ഈ പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ കൈ ഇങ്ങനെ ഇരുന്നാലും വൈകൃതമാണ്, ഇങ്ങനെ ഇരുന്നാലും വൈകല്യമാണ്. അപ്പം നമുക്ക് ആ കാണിക്കേണ്ടിടത്ത് കാണിക്കുക, ആവശ്യമുള്ളത് മാത്രം. അനാവശ്യം ചെറിയൊരു കാര്യത്തിന് പോലും ഓവർ സ്ട്രിക്റ്റ് പിടിച്ച് നമ്മളിവിടുത്തെ ആരും കാണത്തില്ല, നമ്മളെ സ്നേഹിക്കാൻ ആരും കാണത്തില്ല. ആ ഒരു അവസ്ഥ ഉണ്ടാവും. അവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എപ്പിസോഡിലൂടെ ചെയ്യുന്നത്. ഇപ്പം ചിലർക്ക് ഓവർ സ്ട്രിക്റ്റ് കാണും, അതൊക്കെ ചിലപ്പം ഓവർ സ്ട്രിക്റ്റ് ഭാവിക്കുന്നവരും ഉണ്ടാവും. ചിലരുടെ ജാതകം പരിശോധിക്കുമ്പോൾ അറിയാം, ജാതകത്തിൽ ഇങ്ങനെ മുൻജന്മദോഷമൊക്കെ ഉണ്ടെങ്കിൽ ഓവർ സ്ട്രിക്റ്റ് കാണിച്ച് എല്ലാവരെയും വെറുപ്പിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പരിഹാരം ചെയ്ത് മാറ്റിയെടുക്കാവുന്നുള്ളതേ ഉള്ളൂ. അതിന് ഏതൊരു ജ്യോതിഷനോടായാലും ഫോണിൽ കൂടെ ചോദിക്കാതെ നേരിട്ട് പോയി കണ്ട് ചോദിച്ച് വേണ്ട പരിഹാര കർമ്മങ്ങൾ ചെയ്യുക. ഉത്തമനായ ജ്യോതിഷനെ വേണം നമ്മൾ കാണാനായിട്ട്. നമുക്ക് ആ നാളുകളിലേക്കൊന്ന് കടക്കാം. ഭരണി, രോഹിണി, പുണർദം, ആയില്യം, പൂരം, ചിത്തിര, വിശാഖം, പൂരാടം, അവിട്ടം, ഉത്രട്ടാതി, ഈ 10 നക്ഷത്രക്കാർക്കാണ് എന്തിലും ഒരു സ്ട്രിക്റ്റ് കാണിക്കുന്ന ഒരു മനോഭാവം കൂടുതലായിട്ടുള്ളത്. അപ്പം എല്ലാം സ്ട്രിക്റ്റാണ്, കൃത്യസമയത്ത് എല്ലാ കാര്യങ്ങളും നടക്കണം, എടുത്ത സാധനം എടുത്തിടത്തിരിക്കണം, അവനോട് ചോദിക്കുക, അവനോട് തലയിൽ കൂടെ എല്ലാ കാര്യങ്ങളും ഓടുന്നു എന്നൊരു ചിന്താഗതി. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം, വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല. എല്ലാം ഒരു ആവശ്യത്തിന് കാണിക്കുക, അനാവശ്യത്തിന് കാണിക്കാതിരിക്കുക, അവനവന് ഉള്ളവരെ വെറുപ്പിക്കാതിരിക്കുക, സ്നേഹത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ മുന്നോട്ട് പോവുക. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.